പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം രാവിലെ ശക്തി വളരെ തിരക്കിട്ടുകൊണ്ട് വേദേ വേദേ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ഓടി വരുന്നുണ്ട്. ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വേദ എന്താ ശക്തി എന്ന് ചോദിക്കുമ്പോഴേക്കും വേദയുടെ കൈ പിടിച്ച് വലിച്ച് നിനക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട് വേദേ, നീ വേഗം പുറത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ പത്മയും മുത്തശ്ശിയും ശങ്കരനാരായണനും ഇവരിത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി പിറകെ ഓടുന്നുണ്ട്. ശക്തിയാണെങ്കിൽ വേദയും കൊണ്ട് പോകുന്നത് ഗേറ്റിന് പുറത്തേക്കാണ്. പുറത്തെത്തിയതും പുറത്തുള്ള കാഴ്ച കണ്ട് എല്ലാവരും അങ്ങ് സ്റ്റക്കായി പോയി. പുറത്തെ മതിലിലെല്ലാം വലിയ വലിയ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു. അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ വിക്രമും രാധയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോസാണ്. അവരുടെ വിവാഹത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ്. ഇതെല്ലാം കണ്ട് നമ്മുടെ വേദ ഇങ്ങനെ മിഴി വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വേദയുടെ മുഖത്ത് നോക്കി ശക്തി ചോദിക്കുന്നുണ്ട്, കണ്ടോ, ഇത് കണ്ടപ്പോൾ നീ തന്നെ ഞെട്ടിപ്പോയില്ലേ വേദേ? അപ്പോൾ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ LKG മുതൽ ഒപ്പം പഠിച്ചവരാണ് ഞാനും വിക്രമും. ഇപ്പോൾ അവൻ്റെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചോ? ഈ വിവരം ഞാൻ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇവനിവിടെ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ ഒരു നിമിഷം പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. വിവാഹം നോക്കുന്നുണ്ടെന്നോ ശരിയായിട്ടുണ്ടെന്നോ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല വേദേ. ഇത് ശരിയാണോ? ഇവൻ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട്, പോട്ടെ ശക്തി, ഇപ്പം നിനക്ക് അവനെ പറ്റിയെല്ലാം മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴേക്കും ശക്തി പറയുന്നുണ്ട്, ഇല്ല, ഞാനിത് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്തായാലും നമുക്ക് ഇവൻ്റെ വിവാഹത്തിന് എല്ലാവരും പോകണം കേട്ടോ എന്ന് പറയുന്നപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ശക്തി എന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, അവൻ നമ്മുടെ നേരിട്ട് ക്ഷണിച്ചില്ലെങ്കിലും കണ്ടില്ലേ, നിങ്ങളത് വായിച്ചു നോക്കിയോ? ഈ ഒട്ടിച്ചിരിക്കുന്നത് ഇൻവിറ്റേഷനാണ്. നമുക്കതുകൊണ്ട് അവൻ വിളിച്ചില്ലെങ്കിലും നമുക്ക് വിവാഹത്തിന് പോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശങ്കരനാരായണൻ തൻ്റെ വീടിന് മുന്നിൽ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റർ കണ്ട് മുഖമെല്ലാം അങ്ങ് ചുമന്ന് തുടുക്കുന്നുണ്ട്. വേദയുടെ കണ്ണിൽ നിന്നാണെങ്കിൽ അങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി വളരെ ദയനീയ അവസ്ഥയിൽ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതെല്ലാം? എന്നാൽ വേദ ഒരു ദയനീയമായ മുഖത്തോടു കൂടി തന്നെ മുത്തശ്ശിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി വിക്രം മതിൽ ചാടി പുറത്തേക്ക് പോകുന്നത് ശ്രീ കണ്ടിട്ടുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് ശ്രീ പെട്ടെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്, ഇതിന് മുൻപ് പലതവണയും വന്നിട്ടുണ്ടാവോ? ദിവസവും വരുന്നുണ്ടോ? ഇതൊക്കെ അറിയാൻ CCTV ഒന്ന് പരിശോധിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റൂമിലെത്തി ലാപ്ടോപ്പ് തുറന്ന് CCTV ചെക്ക് ചെയ്യാണ്. എന്നാൽ CCTV ദൃശ്യങ്ങൾ കണ്ട് നമ്മുടെ ശ്രീ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. ഓരോ ദിവസത്തെയും കാണുന്നത് നമ്മുടെ വേദ വിക്രമിനെ അപകടം പറ്റിയ സമയത്ത് കൂടെ കൊണ്ടുവന്ന് റൂമിൽ താമസിപ്പിക്കുന്നതും വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതും ബ്ലഡെല്ലാം തറയിലായപ്പോൾ അതെല്ലാം തുടച്ചു നീക്കുന്നതും പിന്നെ ബർത്ത്ഡേക്ക് നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് വിക്രം പുറത്തേക്ക് പോകുന്നതും എല്ലാം ഓരോ ദിവസം വിക്രം വന്നു പോകുന്നതും എല്ലാം ഈ CCTVയിലേക്ക് കണ്ട് നമ്മുടെ ശ്രീ അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതോടെ കഴിഞ്ഞടി വേദേ, നിൻ്റെ വിക്രമിൻ്റെ കാര്യം ഞാൻ അവനെ തീർക്കും. അപ്പോൾ അന്ന് പോലീസുകാർ വെടിവെച്ചിട്ടപ്പോൾ നീയാണ് അവനെ രക്ഷിച്ചതല്ലേ? അന്ന് പോലീസ് അവനെ തേടി ഇവിടെ വന്നപ്പോൾ നീ അവനെ റൂമിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായി. നീ വെറുതെയല്ല നിൻ്റെ കഴുത്തിൽ ആ താലി ഇപ്പോഴും അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. രണ്ടും കൽപ്പിച്ചിട്ടാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും എന്നും കരുതിക്കൊണ്ട് വേഗം തന്നെ ലാപ്ടോപ്പിൽ നിന്നും ആ വിഷ്വൽസ് എല്ലാം ഫോണിലേക്ക് പകർത്തുന്നുണ്ട് ശ്രീ. പെട്ടെന്ന് തന്നെ ഫോണുമായി ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ശങ്കരനാരായണൻ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഏയ്, ഞാൻ ഈ ഫയൽ നോക്കുന്നത് നിന്നെ കാണുന്നില്ലേ ശ്രീ? ഇപ്പോഴെനിക്ക് സമയമില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രീ പറയുന്നുണ്ട്, അച്ഛാ, ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ ഫാമിലിയുടെ വലിയൊരു പ്രശ്നത്തിൻ്റെ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അച്ഛൻ ഇത് കേട്ടേ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ഫയൽ മടക്കിക്കൊണ്ട് ശങ്കരനാരായണൻ, ശരി എങ്കിൽ നീ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ശ്രീ പറയുന്നുണ്ട്, അച്ഛൻ ഈ വീട്ടിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ. ഈ വേദയുണ്ടല്ലോ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കഴുത്തിലാ താലിയുണ്ടല്ലോ, അതവൾ പൊട്ടിച്ചെറിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനാണ് ആ റൗഡി. അവനുണ്ടല്ലോ, നമ്മളെ വീട്ടിലന്ന് പോലീസ് വന്നപ്പോൾ വിക്രമിനെ അന്വേഷിച്ച് ഇവിടെ വന്നില്ലേ? ആ സമയത്ത് വേദ അവനെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു അവളുടെ റൂമിൽ. എന്നിട്ടാണ് അവനില്ലെന്നും പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞത്. അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല. നമ്മളെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ എന്ന് പറയുന്ന സമയത്ത്
നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഏയ് എന്താടാ നീ പറയുന്നത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അച്ഛനിത് വിശ്വസിച്ചേ പറ്റൂ, എല്ലാത്തിനും തെളിവുകളുണ്ട്, ഒരു വട്ടം മാത്രമല്ല അച്ഛാ, അവൻ ഇവിടെ പല തവണ വന്നിട്ടുണ്ട്, അതിനുള്ള എല്ലാ തെളിവുകളും ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ ശങ്കരനാരായണൻ അങ്ങ് ഞെട്ടി നിൽക്കുന്നുണ്ട്. ശ്രീയോട് പറയുന്നുണ്ട്, നീ പോ, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്കൊന്ന് തനിച്ചിരിക്കണം, ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രീ എന്തോ പറയാനായി തുണിയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ പോ ശ്രീ, നിന്നോട് ഞാൻ പോവാനല്ലേ പറഞ്ഞത്, എൻ്റെ മകളെ എങ്ങനെ നിലക്ക് നിർത്തണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ശ്രീ അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. ശങ്കരനാരായണൻ അവിടെ ഉണ്ടായിരുന്ന റിവോൾവർ എടുത്ത് തൻ്റെ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ വേദയുടെ റൂം ഡോറങ്ങ് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. വേദ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണച്ചാ, എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വേദ ചോദിക്കുന്നതൊന്നും ശങ്കരനാരായണൻ കേൾക്കുന്നില്ല. വേഗം ചെന്ന് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തെല്ലാം ചെക്ക് ചെയ്യുന്നു. കർട്ടന് പിറകെ കട്ടിലിനടിയിലും കൂടെ നമ്മുടെ ശങ്കരനാരായണൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ തിരയുന്നത് കണ്ട് അച്ഛൻ ആരെയാണ് നോക്കുന്നത്, എന്താണ് തിരയുന്നതെന്ന് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ, ഞാൻ തിരയുന്നത് എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേടി, അവനെവിടെ ആ റൗഡി, നീ പോലീസിൻ്റെ വെടിയേറ്റ് അവനെ സുഖപ്പെടുത്തിയെടുത്തില്ലേ ഈ വീട്ടിൽ വെച്ച്, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, എവിടെയാടി അവൻ, നീ ഇപ്പോഴും അവനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ ചോദ്യം കേട്ട് വേദയ്ക്ക് എല്ലാം മനസ്സിലായി. അച്ഛനെല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. അത് അച്ഛാ, ഞാൻ അവനക്ക് അപകടം പറ്റിയ സമയത്ത് അവനെ സുഖപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ഉച്ചത്തിൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ശങ്കരനാരായണൻ. മിണ്ടരുത്, നീ എന്താ എന്നെ പൊട്ടനാക്കുവാണോ, ഇതൊരു ജസ്റ്റിസിൻ്റെ വീടാണ്, ഇവിടെ ഒരു റൗഡിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് പുറത്തുള്ളവരറിഞ്ഞാൽ, ഈ പോലീസ് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാമെന്ന് നിനക്കറിയില്ലായിരുന്നോ? പെട്ടെന്ന് വേദ ശങ്കരനാരായണൻ്റെ കാലിൽ വീഴുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സോറി അച്ഛാ, ഞാൻ അങ്ങനെ പെട്ടെന്ന് വിക്രമിൻ്റെ ഇവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് അച്ഛാ, സോറി അച്ഛാ, ഞാൻ ഒന്നും ആലോചിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശരി, ഞാൻ എല്ലാം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇതിനു മുന്നേ എല്ലാം ക്ഷമിച്ചിട്ടാണ് ഞാൻ ഇത്തവണ നിന്നെ ഞാൻ വീട്ടിലേക്ക് കയറ്റിയത്. ഞാനിപ്പോൾ പറയുന്നു, എൻ്റെ പെങ്ങളുടെ മകൻ ശക്തിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, നീ അതിനെ സമ്മതിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ അങ്ങ് അച്ഛൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് അച്ഛാ, ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കതിന് പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള തോക്കെടുത്തുകൊണ്ട് ശങ്കരനാരായണൻ സ്വയം നെറ്റിയിൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയാണ്.